ഗായ്സ്. അപ്പോൾ നമ്മളിത് മാഹിനെ ഗുഡ് ബൈ ടാറ്റ ബൈ ബൈ പറയാൻ വേണ്ടി പോവാണ്. എന്താണ് മാഹി എങ്ങോട്ടാ പോണേ? ആരുടെ കല്യാണം? അവളുടെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് എറണാകുളത്ത് പോവാണ്. അപ്പോൾ അവളെ റെയിൽവേ സ്റ്റേഷനിലാക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. മാഹി പോവാണ്. മാഹിയെ എനിക്കെന്നെ മിസ് ചെയ്യും. ഇല്ല, പക്ഷെ എനിക്ക് ശരിക്കും എന്നെ മിസ് ചെയ്യും. എന്തിനാ അറിയോ? എന്നെ വെറുപ്പിക്കാൻ. എനിക്കറിയാലോ. എന്താണ് മാഹിയെ ഹാപ്പി? യെസ്. എന്തിനാ വീട്ടിൽ നിന്ന് വിളിക്കില്ല. പക്ഷെ ഞാനാണ് പാവം. ഇനിയിപ്പോൾ എന്നെ വെറുപ്പിക്കുന്നതിന് പകരം ആരെ വെറുപ്പിക്കും? പിന്നെ ഫോൺ വിളിച്ച് മെസ്സേജ് വെറുപ്പിക്കുമല്ലോ. അതിലൊരു അന്ത്യമില്ല. അതല്ലടോ, എനിക്ക് കൊച്ചിയിലെവിടെ ചില കല്യാണം എവിടെ കോതമംഗലം കേട്ടിട്ടുണ്ട്. എനിക്ക് പിന്നെ ഒന്നും അറിയില്ലല്ലോ. ഫുൾ അടിക്കില്ല. എനിക്ക് കേട്ട് പരിചയം പോലെ കേട്ടിട്ടുണ്ട് കോതമംഗലമൊക്കെ. അല്ല, എല്ലാവരും ഉണ്ടാവും, എല്ലാ ഫ്രണ്ട്സും ഉണ്ടാവും. കുറേ കാലത്തിന് ശേഷം വീണ്ടും റീയൂണിയൻ അല്ലേ? മാഹിയെ എങ്ങോട്ടാ? ഞാൻ പോവാ നാടിട്ട് പോവാ. ഒളിച്ചോടെ? എങ്ങോട്ടാ? ഒറ്റക്കാ? സോളോ ട്രിപ്പാ? എങ്ങോട്ടാ? തിരിച്ച് അങ്ങോട്ട് വീട്ടിൽ തന്നെ അല്ലേ വരിക? അല്ല, വീടവിടെ വെക്കണോ വേണ്ടോന്ന് ആലോചിക്കാനാ. ക്യാഷ് ഉണ്ടാ? എന്നാ കുറച്ച് എനിക്ക് ജീപ്പ് ചെയ്തിട്ടാ. അപ്പോൾ ഓക്കേടാ, നിന്റെ പരിപാടികളൊക്കെ ഉഷാറാക്ക്. മല ഈ എന്തിനാ വലിയ ആളെ മയിലിൻ്റെ കൂടെ നിൽക്കണത്? ഈ ഒറ്റക്ക് ഇനി പോകണ്ടല്ലോ വിചാരിച്ചിട്ട് യാത്ര. അത് കുഴപ്പമില്ലല്ലോ, എനിക്കിതൊക്കെ ശീലമായി. സാധാരണ ഡാഡി വന്നിട്ട് എന്നെ ആക്കി തന്നിട്ട് പൊക്കോന്ന് പറയും. ഈ എന്തിനാ പേര് കൂടെ നിൽക്കണത്? ട്രെയിനൊക്കെ ഞാൻ ശ്രദ്ധാപൂർവ്വം കയറ്റി തരുന്നത്. ഓ, വലിയൊരു ഉമ്മ. അതല്ലടോ, മക്കുണ്ടെങ്കിൽ ഇപ്പം നല്ല രസം. ദീദി ട്രെയിനിൽ പോയി അതിന്റെ ബഹളം ഉണ്ടാക്കും. ചിലപ്പോൾ അവൾക്ക് അറിയും ചെയ്യും. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഇതിനെ കണ്ടിട്ടില്ലെങ്കിൽ അറിയോ? അത് പ്രശ്നമാവും. പക്ഷെ അവൾക്ക് ഇനി ട്രെയിനിൽ പോയാൽ കുറച്ച് ദിവസം കഴിയുന്ന ആൾക്കറിയാം. അപ്പൊ അവള് വേഗം കരയും ചെയ്യും. അവൾക്ക് മനസ്സിലാക്കാനും പറ്റും. പണ്ട് കോഴിക്കോട് നിന്ന് കരഞ്ഞത് ഓർമ്മ. അതാണ് ഓളില്ലാത്തൊരു കുറവുണ്ട്. പക്ഷെ ഇല്ലാത്ത നന്നായി ശരിക്കും. ഇപ്പൊ വീട്ടിൽ വന്നാൽ നിന്നെ കാണാൻ ഞാൻ ചെറിയൊരു ഇതുണ്ടാവും, എന്തായാലും ഉണ്ടാവും. കാരണം പിന്നെ നോക്ക് നാളെ കഴിഞ്ഞാൽ ലീവ് ആണല്ലോ, എന്തായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഓളോട് കളിക്കാനൊക്കെ ഞാൻ തന്നെയല്ലേ ഉള്ളു. അപ്പം മാഹിനോട് ബൈ ബൈ ടാറ്റ ഒക്കെ പറഞ്ഞ് ഞാൻ നേരെ എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുള്ള പ്ലാനാക്കി. കാരണം കുറേ കാലമായി ഞങ്ങൾ കണ്ടിട്ട്. അപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ എത്തി. ഇതെൻ്റെ ഫ്രണ്ട് ദീപ്ഷയാണ്. അവളുടെ കുട്ടീനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ കുട്ടീനൊക്കെ എടുത്ത് കുറച്ച് നേരം ഇങ്ങനെ കൊഞ്ചിച്ചു. പക്ഷേ വലിയ കുഴപ്പമില്ല. അവൻ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് വന്നു. ഇതെൻ്റെ ഫ്രണ്ട് വിസ്മയ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കുട്ടീനെ ഇങ്ങനെ കൊഞ്ചിക്കുകയാണ്. കാരണം ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം കുട്ടി കുഴപ്പമില്ല, ചിരിക്കണില്ല. അത് ആരാന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു. പിന്നെ ഇതേ നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെയൊക്കെയാണ് പറഞ്ഞതെന്ന് നമുക്ക് മാത്രം അറിയാം. എന്തൊക്കെയൊക്കെയോ ഞങ്ങളവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എങ്ങനെയായാലും ഉണ്ടാവുമല്ലോ കുറേ കാലത്തിന് ശേഷം കണ്ടിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ്. വാദം വരാതെ കുറേ നേരം അങ്ങ് സംസാരിച്ചിരുന്നു. പിന്നെ ഇത് ഞാൻ ദീപ്ഷേൻ്റെ കുട്ടീനെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. പിന്നെ വിസ്മയ എനിക്ക് ഫോട്ടോ എടുത്തിരുന്നു. അതെപ്പോഴും ഉള്ളതാണ്. മീറ്റപ്പ് ചെയ്യുമ്പോൾ പിന്നെ ഫോട്ടോ മസ്റ്റാണ്. അപ്പോൾ പിന്നെ എൻ്റെത് കഴിഞ്ഞു ഇതേ പിന്നെ അവൾക്ക് എടുത്തു കൊടുക്കുന്നു. അത് പിന്നെ നോർമലാണല്ലോ. അപ്പോൾ അതേ ഗായ്സ്, ഇതൊക്കെ എന്നോട് ഭയങ്കര പരിഭവമാണ്. എന്തുകൊണ്ട് വിസ്മയ കല്യാണത്തിന് വരായിട്ട്? പക്ഷേ ചില സാങ്കേതിക കാരണം കൊണ്ട് പോകാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ടാണ്. അതാണ് ഫ്രണ്ട്ഷിപ്പ്. അവർ ഇന്നെ തകർക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറേ കാലം പ്ലാൻ ചെയ്തിട്ട് അവസാനം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുന്നത്. ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് പറയാൻ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പഴയ പോലെ തന്നെ മീൻസ് പുതുതായിട്ടൊന്നും പറയാനില്ലായിരുന്നു. നമ്മൾ പണ്ട് കണ്ടതിൻ്റെ ബാക്കി അങ്ങനെയല്ലേ തോന്നുന്നത്. സെയിം എന്താ പറയുക, ഇത്രയും ഒരു ഗ്യാപ്പ് വന്നതായിട്ട് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കാണുന്നത്. ഉണ്ട് സത്യം പറയാം. ഒരു 6 വർഷം ആയിട്ടുണ്ടാവും നമ്മളിപ്പോൾ കണ്ടിട്ട്. പക്ഷെ ആ ഒരു 6 വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ദീക്ഷേൻ്റെ കുട്ടീനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മലാഹേൻ്റെ കുട്ടീനെ കൊണ്ടുവന്നിട്ടില്ല. അതൊരു വല്ലാത്ത മിസ്സിങ് തന്നെയാണ്. കാരണം അവർക്ക് ബേബീസിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ പ്ലേ സ്കൂളിലുണ്ട്, അങ്ങോട്ട് വിടാതെ വേറെ വഴിയില്ല. ഞാൻ സുഖമായി ഒറ്റയ്ക്ക് ഫ്രീ ആയിട്ട് നടക്കാമല്ലോ. അങ്ങനെ പിന്നെ എന്താണ്, ഇവിടെ നല്ല വണ്ടീൻ്റെ സൗണ്ടാണ്. അവിടെ സൗണ്ട് കേൾക്കുമോയെന്ന് അറിയില്ല. എനിക്ക് നമ്മളെ കോളേജ് ഡേയ്സ് ഒക്കെ ഓർമ്മ ഉണ്ടാ? ഓളില്ല, പക്ഷേ അത് അവളോട് വെച്ച് അതല്ല എനിക്കും വെക്കും എന്ന് പറഞ്ഞാൽ എത്ര സെൽഫി എടുത്താലും മതിയാവില്ല.
ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ അന്ന് നമ്മൾ ഒരുമിച്ചായിരുന്നു, ഇപ്പം നമ്മൾ ഒരുമിച്ചല്ലല്ലോ. പക്ഷെ എന്നാലും രണ്ടാൾ ആ സ്വഭാവത്തിലൊരു മാറ്റവും ഇല്ല. കാരണം നമ്മളെ സ്റ്റാറ്റസ് ഒക്കെ കാണാറുണ്ടല്ലോ എപ്പോഴും ഫോട്ടോസൊക്കെ ആയിട്ട്. വിസ്മയക്ക് പിന്നുള്ള മെമ്മറീസ് നമ്മൾ 10th ഒരുമിച്ചായിരുന്നു. പക്ഷെ അന്നത്തെ മെമ്മറീസ് പറഞ്ഞാൽ കടയിൽ പോയിട്ട് ഓരോ മിഠായി മേടിക്കുക, ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോവുക, ചോറുന്നാന്, എന്നിട്ട് തിരിച്ചു വരുമ്പോൾ മിഠായി മേടിച്ചിട്ട് വരിക, ഇതൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ സ്പെഷ്യലായിട്ട് അന്ന് എന്തായിരുന്നു, അന്ന് സൈക്കിൾ ഉണ്ടായിരുന്നിട്ട് അതെനിക്ക് ഓർമ്മയില്ല. 10th ടൂറ് പോയത് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. ദീക്ഷ കുറേ ഇല്ലായിരുന്നു നമ്മളെ പറ്റിച്ച്. അവസാനത്തെ ഏറ്റവും ലാസ്റ്റ് മൊമെന്റിലായിരുന്നു ഓള് പെർമിഷൻ ലെറ്റർ ഒക്കെ കൊടുത്ത്. അതൊക്കെ പാലിക്കുമ്പോൾ ഭയങ്കര നോസ്റ്റ്. അതന്നെ, അതോള് ഇപ്പോഴും പരാതി അറിയുന്ന ഒരു സംഭവം അതാണ്. പിന്നെ വിസ്മയ പറഞ്ഞാൽ അന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലേക്കൊക്കെ പോയിരുന്നു സ്കൂട്ടി ഓടിച്ചിട്ട്. വിസ്മയം സ്കൂട്ടി ഓടിച്ചിട്ട് വീട്ടിൽ കയറിയിരുന്നു, ഞാനും ഓളെ വീട്ടിൽ പോയിരുന്നു. അതൊക്കെ പാലിക്കുമ്പോൾ എന്തോന്നിന് അന്ന് നമ്മൾ 8ാം ക്ലാസ്സിൽ നിന്ന് തൊട്ടിട്ട് അങ്ങനെ പോയിരുന്നു. സ്കൂട്ടി ലൈസൻസും കൂടി ഇല്ലാത്ത പ്രായമായിരുന്നു. ഇവ ആലോചിക്കണം എന്താണ് ഇവർ പറയണതെന്ന്, ഓനക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഇപ്പം നമ്മളിങ്ങനെ ഒക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. നല്ലൊരു ഫീൽ, ഈ മെമ്മറീസൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ. പിന്നെ തിരിച്ചൊക്കെ എന്താവും തോന്നുന്നത് ഓർമ്മ? 10th എന്തോ ഓർമ്മ? അതൊന്നൊന്നര ഞങ്ങൾ പിന്നെ ഒരു വർഷത്തോളം ഞാനും ദീക്ഷയും തെറ്റി. രണ്ടാളും വാശിക്ക് കുറവില്ലാത്തതുകൊണ്ട് അതല്ല, അതിൻ്റെ ഇടയിൽപ്പെട്ടത് ഓളെ ഇത് വിസ്മയ. ഞങ്ങൾ 3 ആള് പോകണമെന്നുള്ളത്. അപ്പൊ വിസ്മയ 2 ആളെടുത്തും ഉണ്ടായിരുന്നു. മാക്സിമം ഓളെ കൊണ്ട് പറ്റണൊക്കെ ചെയ്തിരുന്നു. ഞങ്ങൾ പിന്നെ 2 ടെററേഴ്സ് ഇരുന്ന് ഭയങ്കര വാശിയിരുന്നു. അവസാനം പിന്നെ ഒരു വിധത്തിൽ നമ്മൾ മിണ്ടി. അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഫണ്ടായിട്ട് തോന്നുന്നു. ഇപ്പൊ 3 ആൾക്കും കുട്ടികളായിട്ടില്ല, 2 ആൾക്കും കുട്ടികളായി. കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു കുട്ടികളൊക്കെ പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ടാവും പാലെടുക്കുന്ന ഒരു കുട്ടിക്ക്. ചിലപ്പോൾ ഓളെ ചേച്ചിയുടെ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോഴും ഓർമ്മ. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടടി. ഒരാളാണ് പാല് കൊടുക്കട്ടെ. എന്റെ കുട്ടിയാണ് എന്നാലും ഓളാണ് പാല് കൊടുക്കുന്നത്. ഇനി എന്നാ കൂടാന്ന് അറിയില്ല. കാരണം 3 ആളും 3 ഭാഗത്തേക്ക് പോണ ആൾക്കാരാണ്. അതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല ഇനി അടുത്തത് എന്താണ്. എന്നാലും നമ്മൾ ഉണ്ടെങ്കിൽ എന്തായാലും അടുത്തതൊരു മീറ്റപ്പ് നമുക്ക് എടുക്കാം. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ പറഞ്ഞു ഇവിടെ അടുത്തൊരു മന്തിക്കട ഉണ്ടെന്ന്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എന്തായാലും പോയോ കേട്ടോ. ഈ കഴിച്ചിക്കണ ഫസ്റ്റ് ടൈം അല്ല. വേറെ ഇവിടെ നമുക്ക് അറിയുന്ന ഷോപ്പൊന്നുമില്ല. എന്തായാലും പോയി നോക്കാം. വാ. അപ്പോൾ നമ്മൾ ഇതേ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യാണ്. നമ്മൾ മന്തിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വന്നിട്ട് കാണാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. വിസ്മയ ഓടിപ്പോയിട്ടുണ്ട്. കാരണം ഒക്കെ അർജൻറ്റായിട്ടുണ്ടോ പോവാണ്ട്. അപ്പോൾ എൻ്റെ കൂടെ കൂടി എന്നോട് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാഡി വരുന്നുണ്ട്. ഡാഡി ചെറുതായിട്ട് ബ്ലോക്ക് പെട്ടിരിക്കുകയാണ്. ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡ് തന്നെയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഓൾക്കൊരു കൊറിയർ വന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടായതുകൊണ്ട് ഓൾ പെട്ടെന്ന് പോയതുകൊണ്ട് നമ്മളും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.